നമസ്കാരം, അഞ്ജസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രൂണറെ കുറിച്ചാണ്. അതോടൊപ്പം നമ്മൾ ഡിസ്കഷൻ ടോപ്പിക്സിന്റെ പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ടൈം പോകുന്നത് പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ബ്രൂണറിന്റെ ക്ലാസ് ജോയിൻ ചെയ്യാത്ത ആളുകൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞാൻ തന്നില്ല അല്ലേ? തരാം കേട്ടോ. ഞാനത് തന്നിരുന്നോ? റെക്കോർഡ് അപ്ലോഡ് ചെയ്തു, നിങ്ങളെ ആഡ് ചെയ്തിട്ടില്ല. അതെ അതെ, ഞാൻ പബ്ലിക് ആക്കിയല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കണ്ടു എന്ന് കരുതുന്നു. കണ്ടെങ്കിലേ അടുത്തതിന്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. മഴയൊന്നുമില്ലല്ലോ? ശക്തമായ മഴയാണ് പറഞ്ഞിരിക്കുന്നത്. മഴയോ മഴയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മുമ്പ് നേരത്തെ അറിയിച്ച് ലെഫ്റ്റ് ആവുക കേട്ടോ. ഓക്കെ, നമ്മൾ ബ്രൂണറെ കുറിച്ച് പറഞ്ഞു. ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാനുള്ള സമയം ഇല്ല നമുക്ക്. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരുണ്ടല്ലോ. മഞ്ജു ടീച്ചറെ, ബ്രൂണറിന്റെ പ്രധാന ആശയങ്ങൾ ഒന്ന് പറഞ്ഞോളൂ, ഏതൊക്കെയാണെന്ന്. നമുക്ക് ബ്രൂണർ നൽകിയ പ്രധാന സംഭാവനകൾ. ടീച്ചർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം മുതൽ ഇല്ലായിരുന്നു. കുറച്ച് ക്ലാസ് പറഞ്ഞോ. റെക്കോർഡഡ് കാണണമായിരുന്നു. ആദ്യം മുതൽ ഇല്ലാത്ത ആൾ ഇന്ന് രാവിലെ തന്നെ ആ ക്ലാസ് കിട്ടിയപ്പോ തന്നെ അത് കാണണ്ടേ? പറഞ്ഞു. അതിന് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് പറയും, ആശയാദാന മാതൃക അല്ലെ? പിന്നെ എന്താണ് ബ്രൂണറിന്റെ സംഭാവന? മറ്റൊന്ന് കണ്ടെത്തൽ പഠനം. ഓക്കെ, ആരാണ്? അശ്വതി ഒന്ന് പറയാമോ? ആശയരൂപീകരണ പ്രക്രിയയെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഘട്ടങ്ങളെ കുറിച്ചിട്ട് പ്രവർത്തന ഘട്ടം, ഇന്ധന ഘട്ടം, ഈ ഘട്ടങ്ങളെ നമ്മൾ വിശദീകരിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. പിന്നെ വേറെന്തൊക്കെ ചെയ്തു? അത് എന്താണെന്നും അതെങ്ങനെയാണ് ക്ലാസ് റൂമിൽ അതിന്റെ പറഞ്ഞു. പിന്നെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം പ്രാധാന്യമുള്ളൂ. കണ്ടെത്തൽ പഠനത്തിലൂടെയുള്ള കുട്ടിയുടെ മാനസിക പ്രക്രിയകൾ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അതെ, മതിയായ അധ്യാപകനാണ്. അതെ അതെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് പോകാം. ബ്രൂണർ നിർദ്ദേശിച്ച പഠന രീതികളുണ്ട്, പല പഠന രീതികളും ഉണ്ട്. ഉദാഹരണത്തിന് ഒന്ന് കണ്ടെത്തൽ പഠനമായിരുന്നു. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ബ്രൂണറുടേതായ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള പഠന രീതികൾ, ചിലത് അദ്ദേഹത്തിന്റെ തന്നെ ആകണമെന്നില്ലെങ്കിലും അദ്ദേഹം അത് പ്രചരിപ്പിക്കാനൊക്കെ ഇടയാക്കിയ കുറെ പഠന രീതികൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവ ഒന്ന് പറയാമോ? സംവാദാത്മക പഠനം അല്ലേ? ഇവയൊക്കെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഈ സഹകരണാത്മക പഠനവും സഹവർത്തിതവും സംവാദാത്മക പഠനവും ഒക്കെ നടത്തേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് നിങ്ങൾ അന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് സംസാരിക്കണം. ബിന്ദുജി ടീച്ചറെ, ഒരുപാട് നാളായി ടീച്ചറിനോട് ഞാൻ ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പൊ ടീച്ചറോട് ചോദിക്കുകയാണ്, ഒന്ന് പറഞ്ഞോ. പിന്നെ റോസുവയുടെ വോയിസ് ഞാൻ കേട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിന്ദുജ ടീച്ചറെ, ഒരു കുഞ്ഞു സൗണ്ട് കേട്ടു. ഇവയൊക്കെ സംവാദാത്മക പഠനം, ഇവയൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നടത്തപ്പെടേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? എന്തുവാ? ഒന്നുമില്ല, ഞങ്ങൾ കാര്യം പറയുക, പഠിച്ചുവാ കേട്ടോ.
ക്രോഡീകരിച്ച് അവർ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് സഹവർത്തിത്വ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹവർത്തിത്വത്തില് നമ്മള് ഉത്തരവാദിത്തങ്ങളെ വിഭജിച്ചു കൊടുക്കും. ഒരു ഗ്രൂപ്പിൽ തന്നെയാണെങ്കിൽ ഇത്ര നീ ചെയ്യൂ, അങ്ങനെ അങ്ങനെ. ഞാനിതൊന്നും ചോദിച്ചില്ല, ഞാനിത് എന്താണെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. വെള്ളം 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 കൊണ്ട് വേഗം പോ. ശരി, ഞാൻ പറയാം. ഓക്കെ, ചോദ്യം കേട്ട് ഉത്തരം പറയുക എല്ലാവരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ സുസ്മിത ടീച്ചറെ പറഞ്ഞോളൂ. ഇവയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അതുപോലെ ഒരു സ്വാഭാവിക പഠനം എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പഠിച്ചെടുക്കും. പിന്നെന്താ അവരുടെ ആശയങ്ങളെ അവരെന്ത് ചെയ്യും? ആശയങ്ങൾ ഷെയർ ചെയ്യപ്പെടും, പ്രകടിപ്പിക്കും. അവിടെ പേടി ഉണ്ടാവോ? ഇല്ല, ഷെയർ ചെയ്യാൻ പഠിക്കും. അവരുടെ ശരികളെ അവർ ഉച്ചത്തിൽ അവതരിപ്പിക്കും അല്ലെ. എന്റെ ഭാഗം ഇങ്ങനെയാണ്, എന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ അവനവന്റെ കാഴ്ചപ്പാടുകൾ സധൈര്യം സമൂഹത്തിലേക്ക് പങ്കുവെക്കാൻ ആരംഭിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നടക്കുന്നതാണ്. ഇങ്ങനെ നടക്കുമ്പോൾ എന്താ ഇൻഡയറക്ട്ലി എന്താ സംഭവിക്കുക? ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്ന കുട്ടികൾ എങ്ങോട്ടേക്ക് പോകാനുള്ളവരാണ്? സമൂഹത്തിലേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? ധൈര്യപൂർവ്വം സമൂഹത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാനും ശാസ്ത്രീയ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സയന്റിഫിക് ടെമ്പറിലൂടെ എല്ലാത്തിനെയും നോക്കി കാണാനും ഒക്കെ. കാരണം ഇവിടെ ചർച്ചയാണ്, നിരന്തര ചർച്ചയും സംവാദവും, ശരി ഏത് തെറ്റ് ഏത് എന്നുള്ള ചർച്ചകളിലൂടെ അവര് പൊതു നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. അത് തന്നെയല്ലേ സയന്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം പരീക്ഷിച്ചും പിന്നെ എന്താണ് ലാബിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കുക എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തെയും വസ്തുനിഷ്ഠമായി യുക്തിപൂർവം ചിന്തിച്ച് ശരിയും തെറ്റും തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കാനൊക്കെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ക്രോഡീകരിക്കാം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, സഹവർത്തിത പഠനം ഇവയൊക്കെ നടപ്പിലാക്കുന്ന ക്ലാസ് റൂമുകളിൽ എത്രത്തോളം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഇവയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഈ പഠന രീതികളൊക്കെ ഒരു കുട്ടിയെ നല്ല ഒരു പൗരനാക്കി മാറ്റാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാക്കി മാറ്റാനുള്ള ഒരു പരിശീലനമായിട്ട് നമുക്ക് ഇവയെ കാണാം. തങ്ങളുടെ ആശയങ്ങളെ സധൈര്യം അവർ മുന്നോട്ട് വയ്ക്കും. ഇപ്പൊ ക്ലാസ് റൂമിൽ ഒരു പ്രശ്നം പൊതുവായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് അവർ ഈ പറയുന്ന പഠന രീതികളിലൂടെ നേരിടുന്നത്. അപ്പൊ ഇങ്ങനെ നേരിടുന്ന പ്രശ്നത്തെ കൂട്ടായി എങ്ങനെ പരിഹരിക്കാം എന്നവർ പഠിക്കുന്നുണ്ട്. ജനാധിപത്യ ബോധത്തോടുകൂടി എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ പെരുമാറേണ്ടത്, അവരുടെ ആശയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം, അതിൽ നിന്നുള്ള പോയിന്റുകളെ നമ്മൾ എടുക്കണം. അഥവാ അവർ പറയുന്നതിൽ കഴമ്പില്ല എങ്കിൽ അവർക്ക് വിഷമം വരാത്ത രീതിയിൽ നമ്മൾ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. തെറ്റായ ആശയങ്ങൾ പറയുന്ന ഒരാളെ നമ്മൾ തിരുത്തണം. ഇതെല്ലാം ഒരു പൗരന്റെ കടമയാണ്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ കുട്ടികള് പരിശീലിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ഇത്തരം സഹകരണാത്മക പഠനം നടക്കുമ്പോൾ അവിടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. ക്ലാസ് റൂം മുഴുവനായി ഒരു പ്രശ്നത്തെ എടുത്ത് അവിടെ അതിനെ തന്നെ അവർ ചർച്ച ചെയ്തും സംവാദങ്ങൾ നടത്തിയും ഒക്കെ അവർ ആ ഒരു പൊതു പ്രശ്നത്തെ ഓരോ ഗ്രൂപ്പുകളാക്കി പരിഹരിച്ച് അവർ മുന്നേറുന്ന രീതിയാണ് സഹകരണാത്മക പഠനം. ഒരു പൊതു പ്രശ്നത്തെ അവർ സഹകരിച്ച് അതിനെ അഭിമുഖീകരിച്ച് പോകുന്നു. എന്നാൽ സഹവർത്തിത പഠനം വരുമ്പോൾ പൊതുപ്രശ്നം തന്നെ, പക്ഷെ അതിനെ അവർ ഓരോരുത്തരുടേതായ ഉത്തരവാദിത്തങ്ങളായിട്ട് വിഭജിച്ചു കൊടുത്ത് ആ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും നിറവേറ്റി അത് ഗ്രൂപ്പ് തലത്തിൽ ഇങ്ങനെ വിഭജിച്ചു കൊടുക്കും, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ വിഭജിച്ചു കൊടുക്കും. എന്നാൽ ഇവയെ ക്രോഡീകരിച്ച് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രസന്റ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റ് ആണ്.
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതോടൊപ്പം അതൊരു ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കി അങ്ങനെ ഒരു രീതി. അതിനകത്ത് ഒരു വ്യക്തിത്വ ഓരോ വ്യക്തികൾക്കും പ്രാധാന്യം കുറച്ചുകൂടി കൊടുക്കുന്ന തരത്തിലാണ് സഹവർത്തിതം പോകുന്നത്. ഇനി സംവാദാത്മകമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിനകത്തൊക്കെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് ഈ സഹവർത്തിതത്തില് സഹകരണമുണ്ട്, സംവാദമുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളുടെ മധു സാറിനോടൊക്കെ നമ്മളിത് ചോദിക്കുമ്പോൾ സാറൊക്കെ ഇങ്ങനെ പറയും എല്ലാത്തിലും ഇൻഡയറക്ട്ലി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ സംവാദാത്മക പഠനം നടക്കുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ചർച്ചകൾ നടത്തി അവരുടെ പോയിന്റുകൾ പറയുന്നു. എന്നാൽ ആരെയും നമുക്ക് സംവാദത്തിന് പ്രത്യേക രീതികളുണ്ട്. നമ്മൾ പറയുന്ന പോയിന്റുകൾ വസ്തുനിഷ്ഠമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം. ഒരിക്കലും അതൊരു അടിയിലേക്കോ മറ്റൊരാളോടുള്ള എതിർത്തുള്ള സംസാരമോ അല്ല. ടിവിയിൽ കാണുന്നത് പോലെ നമ്മൾ എന്താ ചെയ്യുക, അവരെയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ അനുവദിക്കുകയും അവയെ മുഴുവനായി കേട്ട ശേഷം തങ്ങളുടെ ആശയങ്ങൾ എതിർവാദങ്ങൾ ഉണ്ടെങ്കിൽ അവ പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ക്ലാസ് റൂമുകൾ നല്ല പൗരന്മാരെ സൃഷ്ടിക്കും, പ്രതികരണ ശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കും, ശരിതെറ്റുകൾ അവർക്ക് കൃത്യമായി മനസ്സിലാകും, പ്രശ്ന പരിഹാരം അവർ സ്വയം തന്നെ കണ്ടെത്തും, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് അവർ ഗ്രൂപ്പുകളെ ചിലപ്പോൾ സൃഷ്ടിക്കുക അല്ലെ കൂട്ടായ്മ രൂപീകരിക്കും. അങ്ങനെ അവരാലാകുന്ന വിധം നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിയിൽ എല്ലാം ഭാഗമാകും. അതല്ലാതെ അവരുടെ കാര്യം എന്ന നിലയിലേക്ക് ഒതുങ്ങി കൂടുകയില്ല. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇത് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് തോന്നുന്ന ഏതൊക്കെ തലത്തിൽ നമുക്ക് ഈ ഒരു പോയിന്റ് പറയാം എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയേ ആയിരിക്കില്ല ചോദ്യം വരിക സഹവർത്തിത പഠനത്തിന്റെ ഗുണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് സഹവർത്തിത പഠനം. ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് പിന്നീട് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനാണ് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സഹവർത്തിത പഠനവും സഹകരണാത്മക പഠനവും പിന്നെ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങള് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാണുക. അതല്ല ഇനി അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് പറയുക. നമ്മൾ അത് മാത്രമായിട്ട് ഇരിക്കണ്ട കേട്ടോ. അപ്പൊ ഇത്ര മാത്രം ഓർത്താൽ മതി. സഹവർത്തിത്വത്തിനകത്ത് ഓരോ കുട്ടിക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകും. അതുപോലെ തന്നെ വ്യക്തിഗതമായ ഉത്തരവാദിത്തമാണ്. സഹകരണാത്മക പഠനം വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും അവനവന്റെ ആശയങ്ങൾ ഒരേ പൊതുവായ ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ആ ഒരു രീതിയിലാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കി വെച്ചാൽ മതി. കൂടുതൽ പോയിന്റ് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടോ അശ്വതി ടീച്ചറെ? ഉണ്ട്. ഉണ്ട്. അപ്പൊ വെറുതെ സമയം എന്തോടാ? ഓക്കെ നമുക്കത് കൊടുക്കാം. ലിങ്ക് അഥവാ കാണുകയാണെങ്കിൽ എനിക്കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ നോക്കി എടുത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മികച്ച പഠനത്തിന് പാലിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ച് ബ്രൂണർ പറയുന്നു. പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പഴയത് എന്ന് പറയാൻ അശ്വതി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ ആ ഘട്ടങ്ങൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചോദിക്കാം. ഈ നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിന് മുൻപ് ക്ലാസ്സിൽ എന്താ ചെയ്യേണ്ടത് ആദിത്യ ടീച്ചറെ? ഒരു ക്ലാസ് റൂമിൽ പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കോ ആവട്ടെ, നമ്മൾ പഠിപ്പിക്കാൻ കയറുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്തിനാണ് സൗഹൃദ സംഭാഷണം? എന്തിനാണ്? എനിക്ക് മാത്രമാണോ സ്റ്റക്കായെ? കേട്ടില്ലായിരുന്നു ടീച്ചറെ, ഒന്ന് സ്റ്റക്കായി. ടീച്ചറെ ഞാൻ സൗഹൃദ സംഭാഷണം എങ്ങനെയെന്നല്ല, എന്തിന് എന്നാ ചോദിച്ചത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ സൗഹൃദ സംഭാഷണം?
ഓക്കെ, അവരുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വേണ്ടി എന്നുള്ളത് ശരി തന്നെ. അതിനപ്പുറത്തേക്ക് ടീച്ചറെ, സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി എന്നുള്ളത് പോയിന്റ് മനസ്സിലായി. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നുന്നു? പിന്നെ നമുക്ക് പഠിക്കാൻ ആ അതെ അതെ, അതാണ് വേണ്ടത്. എന്തിനാണ്? പഠന സന്നദ്ധനാക്കുക. പല കുട്ടികളും പല മൈൻഡിലാണ്. അതായത് പഠന സന്നദ്ധരാക്കുക, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പഠനോന്മുഖരാക്കുക എന്നുള്ളതാണ് ബ്രൂണറും പറഞ്ഞത് കേട്ടോ. അപ്പൊ മികച്ച പഠനത്തിന് പാലിക്കേണ്ട 4 കാര്യങ്ങളിൽ ഒന്ന് ആദ്യത്തെ ടീച്ചർ പറഞ്ഞതുപോലെ പഠന സന്നദ്ധൻ, അതിനെ പഠനോന്മുഖരാക്കുക എന്നാണ് ബ്രൂണർ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി മറക്കരുത്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം അത്. അടുത്തത്, ഇനി നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നു. ക്ലാസ് റൂമിൽ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നുസ്രത്ത് ടീച്ചറെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഒരു പ്രവർത്തനം, ക്ലാസ് റൂം പ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്? ആദ്യം കുട്ടികളുടെ മുന്നറിവ് പരിശോധിക്കണം. പിന്നെ അവർക്ക് അവരുടെ നിലവാരത്തിന് ഉതകുന്ന പ്രവർത്തനമാവണം നൽകേണ്ടത്. ഓരോ ലക്ഷ്യങ്ങൾക്കും ഉതകുന്ന പ്രവർത്തനങ്ങൾ. നിലവാരം പരിശോധിക്കണം, വ്യത്യസ്തത പരിശോധിക്കണം അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, കുട്ടികൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയണം അല്ലേ? നമ്മൾ പറയുന്ന ആ പഠന പ്രവർത്തനത്തെ അനായാസം കൈകാര്യം ചെയ്യാനാകണം. അങ്ങനെയാണെങ്കിൽ ബ്രൂണർ പറഞ്ഞ രണ്ടാമത്തെ 4 കാര്യങ്ങളിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് കുട്ടിക്ക് അനായാസം വിജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും വിധം പ്രവർത്തനങ്ങളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്, ചിട്ടപ്പെടുത്തൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു പഠനോന്മുഖത സൃഷ്ടിക്കൽ. രണ്ടാമത്തേത് എന്തായിരുന്നു? അനായാസം, പിന്നെ കുട്ടിക്ക് അനായാസം വിജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും വിധം പഠന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യൽ. ഓക്കെ അല്ലേ? പഠന പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തൽ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഈ വീഡിയോ നുസ്രത്ത് ടീച്ചറിന്റെ നിങ്ങൾക്കും സ്റ്റക്ക് ആയിരുന്നോ? ഇപ്പൊ വീഡിയോ എനിക്ക് ഒരാള് പറഞ്ഞോ? മഞ്ജു ടീച്ചറെ പറഞ്ഞോ? പിന്നെ അപ്പൊ എന്റെ കുഴപ്പമല്ല, എന്റേതാണോ നെറ്റിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയാനാണ്. ഇപ്പൊ എല്ലായിടത്തും മഴയും മേഘവും എല്ലാം കൂടെ ഒക്കെ ആയപ്പോ ആകെ ബുദ്ധിമുട്ടായി. ഇനി നമ്മൾ പഠന പ്രവർത്തനങ്ങളെ അനായാസം കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തി. ഇനി അടുത്തതായിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവയെ ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ അവതരിപ്പിക്കൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പഠന പ്രവർത്തനത്തെ നമ്മൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രമത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം അല്ലെ? അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ ഈ പഠന പ്രവർത്തനം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? 3 ഘട്ടങ്ങളൊക്കെ ആയോ? ക്ലാസ് റൂമുകളില് നമ്മളൊരു പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം കുട്ടികളെ പഠനോന്മുഖരാക്കണം. പിന്നീട് അവർക്ക് അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള പഠന പ്രവർത്തനങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തണം. അടുത്തതെന്ന് പറയുന്നത് കൃത്യമായി ക്രമമായി ഈ പഠന പ്രവർത്തനങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കണം. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ. ഇനി ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു, കുട്ടികളൊക്കെ നന്നായിട്ട് അതുമായി പ്രതികരിച്ചു, ടീച്ചറിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അവര് നന്നായി പ്രതികരിച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി എന്തായിരിക്കും അശ്വതി ടീച്ചറെ? അതെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകണം അല്ലെ? അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകൽ. ഈ 4 ഘട്ടമാണ് ബ്രൂണർ പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് ഘട്ടം ഏതാണ്? അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകൽ. ഓക്കെ അല്ലേ? ഇത് ഈ സമ്മാനം നൽകൽ പറയുമ്പോൾ ആരെ പിന്നെ ഏത് വാദം ഓർമ്മ വരുന്നു? അതെ അതെ,
വ്യവഹാരവാദം ഓർമ്മ വരുന്നുണ്ട് അല്ലെ, ശ്രമപരാജയ സിദ്ധാന്തവും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലെ. അനുയോജ്യമായ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണം, ഇതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. ജഷ്മ ടീച്ചറെ, ആളുകൾ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് സാജാത്യ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആളുകൾ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് സാജാത്യ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായതിന്ന്? വ്യത്യസ്തതകൾ അനുസരിച്ചാണ് ആളുകൾ സാജാത്യ വൈജാത്യം എന്ന് പറഞ്ഞാൽ സമാനതകളും വ്യത്യാസങ്ങളും കേട്ടോ. അങ്ങനെ ടീച്ചറിന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ എന്തുകൊണ്ടാണെന്ന്, വെറുതെ അതേ പറയാതെ. എന്തിനാ നമ്മൾ ഈ സാമ്യതയും വ്യത്യാസവും നോക്കുന്നത്? എന്തിനാ, എപ്പോഴാ? വർഗീകരിക്കാനല്ലേ? അതെ. ഏതൊരു കാര്യത്തെയും നമ്മളിങ്ങനെ അനലൈസ് ചെയ്യപ്പെടുമ്പോ ചിലപ്പോഴൊക്കെ അത് വർഗീകരണത്തിന് വിധേയമാകാറുണ്ട്. സാജാത്യങ്ങളും വൈജാത്യങ്ങളും നോക്കിയാണ് അവയെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മളുടെ മുന്നറിവുകളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ നടക്കുക? വർഗീകരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് ഞാൻ അതുപോലെ പറയാം. ആളുകൾ ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് സാജാത്യ വൈജാത്യങ്ങൾ ഉപയോഗിച്ചാണ്. വസ്തുക്കളായാലും സംഭവങ്ങളായാലും സമാനതകളും വ്യത്യാസങ്ങളും പരിഗണിച്ച് അവയെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുക്കളായാലും പിന്നെ എന്താണ്, സംഭവങ്ങളായാലും നമ്മൾ സാജാത്യ വൈജാത്യങ്ങളെ പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതും തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതും ഈ വർഗീകരണ പ്രക്രിയയിലൂടെയാണ്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മള് ഏതൊരു പ്രശ്നമാണെങ്കിലും നമ്മള് ഇതിന്റെ ഉദാഹരണം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആ സമയത്ത് നമ്മള് മുമ്പെടുത്ത ക്ലാസ്സിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഹണി റോസിന്റെ ഒക്കെ ഇഷ്യൂ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അവരുടെ അവകാശമാണ്. അപ്പൊ അവരുടെ വസ്ത്രധാരണത്തെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ ഒരു പരിധിയുണ്ട് അല്ലെ. മറ്റൊരാളുടെ പിന്നെ പേഴ്സണൽ കാര്യത്തിൽ നമുക്കൊരു ബോർഡർ ഉണ്ട്. നമ്മൾ ഇവിടെ വരെ എത്തുന്നത് ഓക്കെ, ഒരു ഡിസ്റ്റൻസ് വരെ നമുക്ക് എത്താം. പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ മേത്തേക്ക് കയറി നടക്കാനുള്ള അധികാരം നമുക്കില്ല. അപ്പൊ അത് ഒരു വ്യക്തിയുടെ അവകാശം, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അതിനെ രണ്ട് രീതിയിലാണ് കണ്ടത്. അപ്പൊ ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രതികരണങ്ങൾ ഉണ്ടായപ്പോ കേസ് എടുക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴും രണ്ട് ചേരിയിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളിൽ തന്നെ ഉണ്ടാവും അല്ലേ? രണ്ട് വശത്തും ആളുകൾ സംസാരിച്ചു. അപ്പൊ നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സംഘർഷം ഇങ്ങനെ ആലോചിക്കും, അതിനെന്താ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇപ്പുറത്ത് ചിന്തിക്കും, എന്നാലും അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾ ഇങ്ങനെ രണ്ട് തട്ടിലും ഇങ്ങനെ ആലോചിച്ച് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തും അല്ലെ. സാമ്യതയും വ്യത്യാസവും ഒക്കെ നമ്മൾ അവിടെ പരിഗണിച്ച് വേർതിരിച്ച് പിന്നെ അതിൽ നിന്ന് ഏറ്റവും അവസാനം ഒരു ക്രോഡീകരണം നടത്തി നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും. ആണോ? ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അത് സംഭവങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു സാജാത്യ വൈജാത്യങ്ങളൊക്കെ നോക്കി വർഗീകരിച്ചിട്ടാണ് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇതിങ്ങനെ ആയാൽ എന്താ, അത് അങ്ങനെ ആയാൽ എന്താ, ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ നടക്കുന്ന ഈ പ്രക്രിയകളെല്ലാം അത് തന്നെയാണ്. ഒന്ന് കടത്തി ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇനി ഓർമ്മിക്കലിനെയും അഭിപ്രേരണയെയും പഠനാന്തരണത്തിനെയും, അപ്പൊ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ, പഠനാന്തരണത്തിനെയും പ്രശ്നപരിഹരണത്തിനെയും സഹായിക്കുന്നത് കണ്ടെത്തൽ പഠനമാണ് എന്നൊക്കെ ബ്രൂണർ പറയുന്നുണ്ട്. അപ്പൊ കുട്ടികളെ വർഗങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനാണ് ഈ പഠന രീതി സഹായിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തിന് കുറെ പോയിന്റ്സ് ആണ്. ഞാനിത് വെറുതെ പറയുന്നതേ ഉള്ളൂ. പ്രസക്തമായ കാര്യം വരുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ചോദ്യമായിട്ട് എത്തിക്കാം.
ഈ കണ്ടെത്തൽ പഠന രീതി പ്രകാരം കുട്ടികളുടെ മുമ്പാകെ പ്രശ്നാവതരണം നടത്തുകയാണ് വേണ്ടത്. കണ്ടെത്തൽ പഠന രീതി പ്രകാരം കുട്ടികളുടെ മുമ്പാകെ പ്രശ്ന അവതരണം നടത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നാവതരണം നടത്തേണ്ടത്? അതാണ് ഒരു ചോദ്യം. അൻഷിഫ് എന്നുള്ള ഇതിൽ നിന്ന് കയറിയത് ആരാണ്? ടീച്ചറെ പേര് ആരായിരുന്നു? ID? അനീഷ ടീച്ചറെ. അനീഷ ടീച്ചറെ പറഞ്ഞോളൂ. ഈ കണ്ടെത്തൽ പഠന പ്രകാരം നമ്മൾ കുട്ടികൾക്ക് മുന്നിൽ പ്രശ്നാവതരണം നടത്തേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? എന്തിനാണ് ഇങ്ങനെ പ്രശ്നാവതരണം നടത്തുന്നത്? എങ്ങനെയാണ് നടത്തേണ്ടത്? ഇതെല്ലാം ചോദ്യങ്ങളാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ കണ്ടെത്തുമ്പോൾ അങ്ങനെ പരിഹരണ ശേഷി ഉണ്ടാവും. അത് ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ. ഓക്കെ. അപ്പൊ പ്രശ്നാവതരണം നടത്തേണ്ടത് എന്തൊക്കെ കൊണ്ടാണ്? ഒന്ന്, പ്രശ്നാവതരണ ശേഷി കുട്ടികളിൽ, അല്ല പ്രശ്ന പരിഹരണ ശേഷി വരാൻ, അല്ലേ? അപ്പൊ ഈ സമയത്ത് പ്രശ്നം അവതരിപ്പിക്കുമ്പോ കുട്ടി എന്താ ചെയ്യുക? അശ്വതി ടീച്ചറെ, ഒരു കുട്ടിക്ക് മുന്നിൽ നമ്മൾ ഒരു പ്രശ്നം അവതരിപ്പിച്ചു. അപ്പൊ അതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതും പറയണം. അവതരിപ്പിച്ച് കഴിഞ്ഞാലുള്ള പ്രോസസ്സിനെ കുറിച്ചും പറയണം. അശ്വതി എനിക്കോ എന്തായിരുന്നു? അശ്വതി ടീച്ചറെ, അശ്വതി MS അല്ല. പറഞ്ഞോ. കണ്ടെത്തൽ പഠനം വീഡിയോ ഓണാക്കട്ടെ? കാണാം, പറഞ്ഞോളൂ. കണ്ടെത്തൽ പഠനം എന്ന് പറയുമ്പോ അവിടെ കുട്ടി സ്വയം കണ്ടെത്തി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോ അങ്ങനെ സ്വയം കണ്ടെത്തി പഠിക്കുക എന്ന് പറയുമ്പോ കുട്ടി അതില് നിരീക്ഷണം, താരതമ്യം ചെയ്യുക, വർദ്ധിപ്പിക്കുക, പിന്നെ പ്രവചിക്കുക, നിഗമനത്തിലെത്തുക എന്നീ പ്രക്രിയശേഷികളിലൂടെ എല്ലാം കുട്ടി കടന്നു പോകുന്നുണ്ട്. അപ്പോ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന രീതിയാണ് നമ്മൾ കുട്ടികളുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞോ? അപ്പോ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അവരുടെ ആ പ്രശ്നം പരിഹരിക്കുക, ഒരു പ്രവർത്തന സന്നദ്ധത ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കണം എന്നൊരു പ്രശ്നം പരിഹരിക്കുന്ന തോന്നൽ കുട്ടികളുണ്ട്. അതിനെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ചെയ്യുന്നതിന് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ അവർക്ക് തന്നെ തോന്നണം എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു, ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് കുട്ടിക്ക് തന്നെ സ്വയം ബോധ്യപ്പെടണം. അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. അതെ, നമ്മൾ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കുട്ടിക്ക് കണക്ട് ചെയ്യപ്പെടാൻ കഴിയണം, അല്ലെ? കുട്ടിക്ക് അതൊരു പ്രശ്നമായി ഫീൽ ചെയ്യണം, തോന്നണം. അപ്പൊ എനിക്കാണ് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ എന്റെ കൂടെ ഞാനത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു തോന്നൽ കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇനി ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. ഒന്ന്, ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ, ആ പ്രശ്നം നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ആ പ്രശ്നം അവസാനത്തെ വരെ പരിഹരിക്കാനുള്ള ഒരു അതാണ് വേണ്ട. വരട്ടെ, പ്രചോദനം കൊടുക്കണം, അല്ലേ? അപ്പൊ അഭിപ്രേരണ നൽകണം, അഭിപ്രേരണ നിലനിർത്തണം, അവർക്ക് അതിനോടുള്ള താല്പര്യം നിലനിർത്തണം. നിങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ ഘട്ടങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്തു? പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങൾ ഉണ്ടെന്നാണ് ബ്രൂണർ പറഞ്ഞത്. അപ്പം ആ 3 തലങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കണം, അല്ലെ?
അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തെ, അതായത് പ്രവർത്തനോന്മുഖരാക്കൽ എന്നാണ് പറഞ്ഞത്. കുട്ടിയെ പ്രവർത്തനോന്മുഖരാക്കണം. അപ്പൊ പ്രവർത്തനോന്മുഖരാക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രശ്നം കൊടുക്കണം. ആ പ്രശ്നം കൊടുക്കുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഇത് കുട്ടിക്ക് സ്വയം ഒരു പ്രശ്നമായി തോന്നണം. നമ്മൾ അവനൊരു പ്രശ്നമായി തോന്നരുത്. കുട്ടിക്ക് ആ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്ക് ഒരു കാര്യകാരണ പ്രസക്തമായ ഒന്നാണ്, ഞാൻ അതിൽ ഇടപെടേണ്ടതാണ്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെ അത് പരിഹരിക്കുമെന്ന് അവന് സ്വയം അവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തോന്നൽ, അഭിപ്രേരണ ഉണ്ടാകണം. അപ്പൊ ആ തരത്തിൽ വേണം നമ്മൾ ആ ചോദ്യങ്ങൾ കുട്ടിയിലേക്ക് എത്തിക്കാൻ. അല്ലാതെ നമ്മൾ പോയി ഇങ്ങനെ പറയുകയാണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും അതിക്രമങ്ങൾ നടക്കുന്നു, നിങ്ങൾ അതിനെതിരെ ഒരു പത്രവാർത്ത തയ്യാറാക്കൂ, ഇങ്ങനെ പറഞ്ഞാല് അത് ടീച്ചറിന്റെ ആവശ്യമാണ്. ടീച്ചറിന്റെ ആവശ്യപ്പെടലിൽ നിന്ന് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് നമ്മൾ ഇങ്ങനെ അതിക്രമങ്ങളെ കുറിച്ച് വാർത്തകൾ വായിക്കുന്നു, പിന്നെ ആ വാർത്തകൾ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് വല്ലാതെ ഫീൽ ചെയ്യും. കാര്യം നടന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ വാർത്തകൾ വായിക്കുന്ന മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ താനും ഒരു കുട്ടിയാണ്, തന്റെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, താൻ അതിന് പ്രതികരിക്കണ്ടേ, ഇല്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ ഇതാകില്ലേ എന്നൊക്കെ കുട്ടി ചിന്തിച്ച് അതിനുള്ള പരിഹാരം എന്ത് എന്ന് ചിന്തിച്ച് അതിനെതിരെ പ്രവർത്തിക്കലാണ് വേണ്ടത്, അല്ലെ? അപ്പം അവനത് ഇമോഷണലി അതുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും. അതാണ് പ്രശ്നം അനുഭവപ്പെടൽ എന്നുള്ള ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന്, നമ്മൾ പ്രവർത്തനോന്മുഖരാക്കലാണ്, അതായത് പഠിതാക്കളെ പ്രവർത്തനത്തിലേക്ക് പ്രചോദിപ്പിക്കലാണ്. ഈ പ്രവർത്തനത്തിലേക്ക് പ്രചോദിപ്പിക്കാനാണ് നമ്മൾ ചോദ്യങ്ങള് കുട്ടികളിലേക്ക്, പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഘട്ടം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ പഠന തൽപരത നിലനിർത്തണം. പഠന തൽപരത നിലനിർത്തിക്കൊണ്ട് പോകണം. അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്ന പരിഹരണ രീതിയുടെ 2 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് പ്രവർത്തന തൽപരത നിലനിർത്തൽ, പ്രവർത്തനം തുടരുന്നതിനുള്ള താല്പര്യം കെടാതെ പ്രോജ്വലിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അഭിപ്രേരണ നിലനിർത്തുക, അല്ലെങ്കിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടിക്ക് തോന്നത്തക്ക രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പ്രശ്നം കുട്ടിയുടെ ഉള്ളിലേക്ക്, ആ അവൻ പരിഹാരത്തിലേക്ക് എത്തുന്നതിന്റെ ആ ഒരു ഘട്ടങ്ങളിലെല്ലാം നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്, അവരുടെ നിഗമനങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവര് വിവരശേഖരണം നടത്താൻ പോകുന്ന വഴികൾക്കൊരു തടസ്സം വരുമ്പോൾ ടീച്ചർ മെന്ററാണ്. ടീച്ചർ ഇടപെട്ട് അതിനെ പരിഹരിച്ചും പുത്തൻ ചോദ്യങ്ങൾ ചോദിച്ചാണ്, അവനെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടാണ് പരിഹാരം കൊടുക്കേണ്ടത്. അല്ലാതെ നീ ഇതെന്താ കാണിക്കുന്നേ, അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേന്ന് ഒരിക്കലും നമ്മൾ പറയാതെ ഇങ്ങനെയാണോ വേണ്ടത്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അവനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകും. അതുപോലെ അവന്റെ ഉള്ളിലെ ആ ഊർജം കെട്ടുമെന്ന് കാണുമ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പുതുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കി ആ പ്രശ്ന പരിഹരണത്തിലേക്ക് കുട്ടിയെ ഇങ്ങനെ എത്തിപ്പിക്കും. അതാണ് ഈ 2 ഘട്ടം. ഇനി അടുത്തത് പിന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ഈ മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ് മൂന്നാമത്തെ ഘട്ടമായിട്ട് ബ്രൂണർ പറഞ്ഞത്. മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പൊ ആ രീതിയിൽ കൃത്യമായി അവന്റെ പോക്ക് ശരിയായ ദിശയിലാണോ എന്നുള്ളത് മാർഗനിർദ്ദേശം കൊടുത്തു കൊണ്ടുപോവുക. പിന്നീട് അതിന്റെ ഭാഗമായിട്ട് അവര് ശരിയായ മാർഗനിർദ്ദേശമാണെങ്കിൽ ആ പ്രശ്ന പരിഹരണത്തിലേക്ക് എത്തിക്കോളും. അപ്പൊ അതും കൂടി ചേർത്തിട്ടായിരിക്കാം ശരിയായ മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയത്. അപ്പൊ പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങളാണുള്ളത്. അപ്പം ഇത് ആരാ, ജഷ്മി ടീച്ചറെ ഒന്ന് പറയാമോ ഇനി കൺക്ലൂഡ് ചെയ്ത്? ആ 3 ഘട്ടങ്ങള്. ആദ്യം പ്രശ്നം അവതരിപ്പിക്കുന്നത്, കുട്ടികളുടെ പ്രവർത്തനം ഉന്മുഖമാക്കണം. പിന്നീട് രണ്ടാമത്തെ ഘട്ടം പഠന തൽപരത കൊണ്ടുപോകണം. നിർദ്ദേശങ്ങളൊക്കെ അധ്യാപകൻ നൽകേണ്ടതുണ്ട്. അതാണ് 3ാമത്തെ ഘട്ടം കേട്ടോ. പഠന തൽപരത നിലനിർത്താൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെടലുകൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് 3ാമത്തെ ഘട്ടമായി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇടപെടലുകളൊക്കെ നടത്തുമ്പോൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ അവൻ പോകുന്ന വഴികൾ ശരിയാണോ എന്നുള്ള രീതിയിൽ
അനലൈസ് ചെയ്യുകയും ആ കുട്ടി ലക്ഷ്യത്തെ കുറിച്ചുള്ള ധാരണ കുട്ടിയിൽ ഊട്ടി ഉറപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടമാണ് കേട്ടോ. ഈ ഘട്ടത്തിൽ ദിശാബോധം, കുട്ടികൾക്ക് വ്യക്തമായ ഒരു ദിശാബോധം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി മികച്ച കാര്യങ്ങൾ പാലിക്കാൻ ഞാൻ ഇനി നിങ്ങളിലേക്ക് പറയുകയാണ്. മികച്ച കാര്യങ്ങൾ പാലിക്കാൻ 4 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്, മികച്ച പഠനത്തിന് 4 കാര്യങ്ങൾ പാലിക്കണമെന്നാണ് ബ്രൂണർ പറഞ്ഞത്. മികച്ച പഠനത്തിന് 4 കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിനകത്തൊക്കെ തന്നെയുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? എല്ലാത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് ഒരേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? അപ്പൊ ഇവിടെ പഠനമാണ്. അപ്പൊ എന്താക്കണം? പഠനോന്മുഖരാക്കണം അല്ലെ? പഠനത്തിന് സജ്ജരാക്കുക എന്ന് പറഞ്ഞതുപോലെ പഠനോന്മുഖരാക്കലാണ് മികച്ച പഠനത്തിനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ പഠനോന്മുഖത കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? അനീഷ ടീച്ചറെ. പഠനോന്മുഖത സൃഷ്ടിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാനാകും? അയ്യോ, ഇത് ഞാനിപ്പോ പറഞ്ഞല്ലായിരുന്നോ? മികച്ച പഠനത്തിന് അല്ലേ? തൊട്ട് മുമ്പ് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ സ്റ്റെപ്പും അങ്ങ് പറഞ്ഞു. മികച്ച പഠനത്തിന് എന്തൊക്കെയാണ് 4 സ്റ്റെപ്പുകള്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മഞ്ജു ടീച്ചർ എന്ന് പറഞ്ഞോ. പഠനോന്മുഖമാക്കുക അല്ലെങ്കിൽ അനായാസ വിജ്ഞാനം സ്വായത്തമാക്കുക, പഠനത്തെ വീഡിയോ എന്തേ? ഞാൻ കണ്ടില്ല. ഇവിടെ പലരും വീഡിയോ ഓൺ ചെയ്തില്ലേ? അനുയോജ്യമായ സന്ദർഭങ്ങൾ നൽകുക. അടുത്തത് 2 എണ്ണമായി. അനുയോജ്യമായ സന്ദർഭങ്ങൾ നൽകിയോ? അല്ല, സമ്മാനം. അത് ഏറ്റവും ലാസ്റ്റ് അല്ലയോ? ആദ്യം അത് ഏറ്റവും അവസാനം അല്ലയോ? രണ്ടാമത്തെ ഘട്ടം എന്തോ? ഞാൻ പറഞ്ഞിരുന്നു. പഠനോന്മുഖമാക്കുക അല്ലെങ്കിൽ പഠന സന്നദ്ധമുള്ളവരാക്കുക, അനായാസ വിജ്ഞാനം അറിവ് സ്വായത്തമാക്കുവാനുള്ള വിധം അവരെ പഠന സന്നദ്ധരാക്കുക, പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക. ഓക്കെ. ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ ഈ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുക കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഓർക്കുമ്പോ അത് വരും. ഒന്ന് പഠനോന്മുഖരാക്കണം. പഠനോന്മുഖരാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പ്രവർത്തനം കൊടുക്കണ്ടേ? അപ്പൊ അവർക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? ചിട്ടപ്പെടുത്തണം. പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി ടീച്ചറിന്റെ കൈ വെച്ചാൽ മതിയാ? അത് കൊടുക്കണ്ടേ? അപ്പൊ അതെങ്ങനെ കൊടുക്കണം? എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുമോ? പിള്ളേ, എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തിനു ചെയ്യണം? അവർക്ക് അത് എങ്ങനെ ഒന്നിച്ചു കൊടുക്കുവോ? പകരം എന്ത് ചെയ്യും? ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആദ്യം കൊടുക്കേണ്ടതിനെ ആദ്യം കൊടുക്കും അല്ലെ? ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ ആ പ്രവർത്തനങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കും. മനസ്സിലായോ? ആദ്യം കുട്ടികളെ പഠനസന്നദ്ധരാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നു, അതിൽ നിന്ന് തന്നെ അനുയോജ്യമായതിനെ നമ്മൾ ക്രമത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അത് ക്രമത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും ക്ലാസ്സിൽ പ്രവർത്തനം നടന്നു, കുട്ടികളൊക്കെ പങ്കെടുത്തു. അപ്പൊ ഇനി നമ്മൾ എന്ത് കൊടുക്കണം? സമ്മാനങ്ങൾ കൊടുക്കണം. അപ്പൊ പഠിച്ചോ? ഓക്കെ. ഒരുപാട് മാറി കേട്ടോ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തോ.
ഇനി പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായിട്ട് ബ്രൂണർ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പഠിതാക്കൾ തമ്മിൽ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ആദ്യത്തെ ടീച്ചർ ഓർമ്മ വരുന്നേ? പഠിതാക്കൾ തമ്മിൽ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ. എന്ത് പഠനം ആദിത്യ? പറഞ്ഞോ. പഠിതാക്കൾ തമ്മിൽ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ എന്നുള്ളത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണ്? ബ്രൂണറുടെ ഏതാശയം? പരസ്പരം ആശയങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളും ആശയങ്ങളും കൈമാറുന്നു എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? ഈ രീതിക്ക് ഒരു പേരുണ്ട്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? സഹകരണാത്മകമാണ്. അവര് സഹകരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് ആശയങ്ങള്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്, അപ്പൊ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായിട്ട് ഒന്ന് പറഞ്ഞത് പഠിതാക്കൾ തമ്മിൽ അനുഭവങ്ങളും ആശയങ്ങളും എന്താണ് പങ്കുവയ്ക്കൽ എന്നാണ്. അടുത്തത് കൊടുക്കൽ വാങ്ങലുകൾ. ഇത് തന്നെയാണ്, കൊടുക്കൽ വാങ്ങലുകൾ. ആശയങ്ങളൊക്കെ കൊടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, അല്ലെ? കൊടുക്കൽ വാങ്ങലുകള്. അടുത്തത് കണ്ടെത്തൽ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ ആശയങ്ങളല്ലേ? കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുമ്പോൾ അത് സഹവർത്തിതം വന്നു. പിന്നെ കണ്ടെത്തൽ പഠനം വന്നു. ഇവയാണ് പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് ബ്രൂണർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി കുട്ടിയും ഭാഷയും, അതിനെ കുറിച്ച് ബ്രൂണർ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഭാഷ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അശ്വതി ടീച്ചറെ, നുസ്രത്ത് ടീച്ചർ വെറുതെ ഇരിക്കുക. നുസ്രത്ത് ടീച്ചർ പറഞ്ഞു, അങ്ങ് മുകളിലായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് പഠനത്തിൽ? എന്തിനാണ് ഭാഷ? ആശയ കൈമാറ്റം ചെയ്യുന്നതിനാണ് ഭാഷ. ആശയവിനിമയം ചെയ്യുന്നതിന്. അപ്പോ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും എല്ലാ ആശയം പുറത്തു കൊണ്ടുവരുന്നതിനും എല്ലാം ഭാഷ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം? എന്തെങ്കിലും ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാം. ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഭാഷ കുട്ടികളുടെ നിലവാരത്തിന് ഉതകുന്ന ഭാഷയായിരിക്കണം. മനസ്സിലാവുന്നത് അവർക്ക് കേട്ട് പരിചയമുള്ള രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളായിരിക്കണം, മനസ്സിലാകുന്നതായിരിക്കണം. പിന്നെ റോൾ മോഡൽ ആവണം ഭാഷ. ഓക്കെ, കുട്ടികൾക്ക് അനുകരിക്കാനും കഴിയുന്ന വിധത്തിൽ കുറ്റമറ്റ ഭാഷ. മതി. അങ്ങനെയാണെങ്കിൽ അശ്വതി പറഞ്ഞോടാ. അശ്വതി MS. ഒരു ഭാഷയിലൂടെ കുട്ടിക്ക് തന്റെ ആശയങ്ങൾ കൈമാറാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പ്രൈമറി തലങ്ങളിൽ എപ്പോഴും മാതൃഭാഷയിലൂടെ പറയുന്നത് കുട്ടിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവനത് കൂടുതൽ പഠിക്കാനും ആശയം വേഗത്തിൽ മനസ്സിലാക്കാനും എല്ലാം സാധിക്കും. പിന്നെ ഭാഷ എന്ന് പറയുന്നത് ക്ലാസ് റൂമിലെ ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം? അശ്വതി ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ക്ലാസ് റൂമിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷകളായിരിക്കണം. അതായത് അവരുടെ ഭാഷയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. എന്നാൽ ആശയം അവതരിപ്പിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള, അതായത് നമ്മുടെ പുസ്തകത്തിലുള്ള അതേ കണ്ടന്റ് അതുപോലെ പറയുകയും വേണം. പിന്നെ ആ ഭാഷയിൽ സ്നേഹം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പം സ്നേഹത്തിന്റെ ഭാഷയായിരിക്കണം. അതായത് സ്നേഹത്തിനൊരു ഭാഷയുണ്ടോ എന്ന് ചോദിച്ചാല് നമ്മളുടെ വാക്കുകളില് അവരോടുള്ള സ്നേഹം, പിന്നെ അവരോടുള്ള അടുപ്പം ഒക്കെ പ്രകടമാകുന്ന തരത്തിലുള്ള ഭാഷയായിരിക്കണം നമ്മൾ പ്രയോഗിക്കുന്നത്.
ഭാഷാശുദ്ധി ഉണ്ടാകണം. അധ്യാപകർ സംസാരിക്കുന്നത് വ്യക്തമായും സ്പഷ്ടമായിട്ടുമായിരിക്കണം. ഇപ്പോഴും ഷായും തിരിഞ്ഞു പോകുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. ഇന്നിട്ട വോയിസിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ജു ടീച്ചർ അല്ല കേട്ടോ, വേറെ ആരും ആന്നോ നോക്കിക്കോണം കേട്ടോ. എല്ലാവരും നോക്കണേ. എല്ലാ വോയിസും എനിക്കിപ്പോ കേൾക്കാൻ പറ്റുന്നില്ല. അതൊരു ഇതാണ് എന്റെ ഈ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക. അതുപോലെ കൂട്ടുകാർക്കുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ. ടീച്ചറെ ഞാനിത് കേട്ടു, നന്നായിരുന്നു, അല്ലെങ്കിൽ ടീച്ചറെ അതിനകത്ത് ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റിയോ കൊള്ളായിരുന്നോ, ടീച്ചർ ഉച്ചരിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, അങ്ങനെയാ ഞാൻ കേട്ടത്, അത് ശരിയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫീഡ്ബാക്ക് കൊടുത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടും. അപ്പൊ അങ്ങനെ കൊടുത്തും പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമ്മളൊരു ഫാമിലിയാണ്. ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ ടീച്ചർ ഉപയോഗിക്കുന്ന ഭാഷ കുറ്റമറ്റതായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം, പിന്നെ കുട്ടികൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇതൊക്കെ വേണം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകണം. അപ്പൊ അതുപോലെ കുട്ടികൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന തരത്തിൽ ലളിതമായ ഭാഷയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അവർക്ക് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാവുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അതിനുതകുന്ന ഭാഷയൊക്കെ ആയിരിക്കണം അല്ലെ. ശരിയായ പഠനത്തിലേക്ക് കുട്ടിയെ നയിക്കാനുള്ള പ്രധാന ഒരു ആയുധമായിട്ടാണ് ബ്രൂണർ ഭാഷയെ കണ്ടിട്ടുള്ളത് കേട്ടോ. പഠനത്തിലേക്ക് കുട്ടിയെ ത്വരിതപ്പെടുത്താൻ ഭാഷ പ്രധാന ആയുധമാണ് എന്നാണ് ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. ഭാഷയിലൂടെ കുട്ടിയുടെ താല്പര്യത്തെ ഉണർത്താനാകും. ജനനം മുതലുള്ള സർവതോന്മുഖമായ വൈജ്ഞാനിക വികസനത്തിന് കുട്ടിയുടെ ഭാഷാ വികാസം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നും ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. ജനനം മുതലുള്ള സർവതോന്മുഖമായ വികസനത്തിന് കുട്ടിയുടെ ഭാഷാ വികാസം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനോട് യോജിക്കുന്നുണ്ടോ അനീഷ ടീച്ചറെ? ജനനം മുതലുള്ള സർവതോന്മുഖമായ വികാസത്തിന് കുട്ടിയുടെ ഭാഷ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് അനീഷ ടീച്ചർ യോജിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വിശദീകരിക്കണം. പറഞ്ഞോ. ഭാഷയിലൂടെ നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുള്ളൂ. ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. ടീച്ചറിന്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സാ? എല്ലാ സ്റ്റേജിലും ഉള്ള ആളുകൾ കയ്യിലുണ്ട്. ഇനി ഒന്ന് പഠിച്ചാൽ മാത്രം മതി. ടീനേജ് ഉണ്ട്, പിന്നെ എന്താണ് ബാല്യം ഉണ്ട് അല്ലേ, ശൈശവം എല്ലാം ഉണ്ട്. കയ്യിൽ എല്ലാ ഘട്ടങ്ങളും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ ഓരോരുത്തരുടെയും വളർച്ച. ഇപ്പൊ 2.5 വയസ്സുകാരെ ഭാഷയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് ശീലമായി അല്ലേ. വാക്കുകളെല്ലാം ഒരുവിധം എല്ലാത്തിന്റെയും വാക്കുകളൊക്കെ സ്വായത്തമാക്കി നന്നായി സെന്റൻസുകൾ പറയുന്നുണ്ട്. അപ്പോ അത് അവന്റെ വികാസത്തെയല്ലേ സൂചിപ്പിക്കുന്നേ? വൈജ്ഞാനിക വികാസം സാധ്യമായി എന്ന് നമുക്കവിടെ മനസ്സിലാവുന്നില്ലേ? അതായത് കുട്ടിയുടെ ബുദ്ധിവികാസം, അവൻ ആദ്യം വെള്ളത്തിന് എന്തായിരുന്നു ആദ്യം പറയുന്നത്? വെള്ളം. അല്ലെങ്കിൽ ആഹാരത്തിന് എന്താ പറയുന്നത്? ഫുഡിന് ആദ്യത്തെ വാക്ക് അമ്മ എനിക്ക് ചോറുതാന്ന് പറയത്തില്ല. അപ്പൊ വേണം എന്ന് പറയാം അല്ലേ. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞ കുട്ടി ഇപ്പൊ എന്താ പറയാ? ചോറ് വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറയോ? ഇപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ പേര് പറയോ? പിന്നെന്താ പറയാ?
അത് ഉം. വേണമെന്നൊക്കെ. ആ അപ്പൊ ഈ അതിനെ തിരുത്തി കൊടുക്കത്തില്ലേ, അതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ? 2:30 ആകുമ്പോഴത്തേക്ക് ഒരുവിധം വാക്കുകൾ പറയത്തില്ലേ? അതും പറയുന്നുണ്ട്. ആ ഓക്കെ. ഭക്ഷണ സാധനങ്ങളുടെ പേര്, അവൻ അറിയുന്ന കാര്യങ്ങളുടെ ഒക്കെ പേരുകൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്? ഭാഷ സ്വായത്തമായപ്പോഴല്ലേ? അതെ അതെ. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞോ. ജനനം മുതലുള്ള സർവതോന്മുഖമായ വികാസത്തിന്, വൈജ്ഞാനിക വികസനത്തിന് കുട്ടിയുടെ ഭാഷാ വികസനം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വിശദമാക്കുക. എങ്ങനെ അത് യോജിച്ച് പറയാൻ? യോജിപ്പിച്ച് പറയണം, പറയാൻ സമയമായി. അശ്വതി എന്ന് പറഞ്ഞോ, അശ്വതി MS എന്ന് പറഞ്ഞു കൊടുത്തേ. അതായത് ജനനം മുതൽ കുട്ടികളുടെ അമ്മയോട് ഓരോ ആംഗ്യ ഭാഷയിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. പിന്നീട് ഓരോ സിമ്പിൾസ് ആയിട്ടും അമ്മയെ കാണിച്ചിരിക്കുകയും അങ്ങനെയുള്ള ഓരോരോ രീതിയിലോട്ട് മാറും. അത് പിന്നീട് മറ്റുള്ളവരോടും അവന് ഇഷ്ടപ്പെടുന്നവരോട് ആംഗ്യ ഭാഷയിൽ ഓരോന്ന് കാണിക്കുകയും ചെറിയ ചെറിയ സൗണ്ടുകൾ പുറത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചുകൂടി ആവുമ്പോൾ അവന് പരിചിതമായ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് അവൻ ഓരോന്നും പറയും. മറ്റുള്ളവരുടെ ഭാഷകൾ കേട്ട് കേട്ട് അവൻ ഓരോ വാക്കുകൾ പഠിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ പറയുകയൊക്കെ ചെയ്യും. അതെ. അപ്പം ഉണ്ടായ മാറ്റം, വൈജ്ഞാനിക വികാസം സാധ്യമായില്ലേ? കുറച്ചുകൂടി അവൻ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തി നേടി. അത് ഭാഷ വന്നപ്പോ ആ വൈജ്ഞാനിക വികാസം ത്വരിതഗതിയിലായി അല്ലേ? പുതിയ പുത്തൻ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് പുതിയ പുതിയ സ്കീമുകൾ ആഡ് ചെയ്ത് അവന്റെ വൈജ്ഞാനിക മേഖല, വൈജ്ഞാനിക തലം വികസിക്കുകയാണ്. ആണോ? അതെ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പറയും? ഇനിയും കണക്ട് ചെയ്യാനുണ്ട് അല്ലേ? അതായത് ഇതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് മൗഗ്ലിയുടെ കഥ പറയാം. മൗഗ്ലി, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അറിയില്ലേ? നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്, ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ചെന്നായ വളർത്തിയ കുട്ടി, യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു സംഭവം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പക്ഷെ എന്നിട്ടും ഇവിടെ പൊരുത്തപ്പെടാനാകാതെ തിരികെ പോവുകയും പിന്നീട് അങ്ങനെ ഇങ്ങനെയും പിന്നെ വല്ലാത്തൊരു ജീവിതം ആയിപ്പോയി. അതായത് ചെന്നായെ പോലെ ഓരിയിടുക, 4 കാലിൽ നടക്കുക, പച്ചമാംസം കഴിക്കുക, ആ ഒരു രീതി. അതെങ്ങനെ ഉണ്ടായി? അതിന്റെ പരിതസ്ഥിതിയിൽ നിന്ന് നേടിയെടുത്ത അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണ് അയാൾ അങ്ങനെ ആയത്. പിന്നെ അങ്ങനെ ജംഗിൾ ബുക്ക് മൗഗ്ലിയുടെ കഥ, അത് കഥ. ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് നമ്മളുടെ പരിസ്ഥിതിയിൽ നിന്നാണ്. നമ്മള് ഭാഷ ഇപ്പൊ എല്ലാം മനുഷ്യക്കുഞ്ഞാണെന്ന് കരുതി ഭാഷ ലഭിക്കണമെന്നില്ല. ഭാഷാശേഷികൾ ഉണ്ടായാൽ പോലും, അതായത് നമുക്ക് സംസാരത്തിന് വൈകല്യമൊന്നുമില്ല, സംസാര ശേഷിയുണ്ട്, എങ്കിലും ഒന്നും സംസാരിക്കാത്ത ഒരിടത്താണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ അവന് സംസാരിക്കില്ല. സംസാരിക്കോ? ഇല്ല. ഭാഷ വേണം. അതിന്റെ മറ്റൊരു ഉദാഹരണം, പിന്നെ ഒരു കുട്ടി, പിന്നെ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന്റെ TTCക്ക് പഠിക്കുന്ന സമയത്ത് സീനിയർ ആയിരുന്ന ഒരു ചേച്ചി പറഞ്ഞ അനുഭവമാണ്. അവരുടെ കുട്ടിയാണോ അവരുടെ ചേച്ചിയുടെ കുട്ടിയോ എന്തോ, ഫുൾ ടൈം കാർട്ടൂൺ കാണലാണ്. അപ്പൊ ഈ കുട്ടി എപ്പോഴും ടിവിയുടെ മുമ്പിലാണ്. അവസാനം ആ കാർട്ടൂൺ ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദമല്ലാതെ ഒന്നും സംസാരിക്കില്ല. ഫുൾ ടൈം കാർട്ടൂണിന്റെ മുന്നിലിരിക്കുന്ന കുട്ടി ആ രീതിയിലല്ലാതെ പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് പോലെ സൗണ്ട് ഉണ്ടാക്കില്ല. നമ്മളിപ്പോ ടോം ആൻഡ് ജെറിയിലൊക്കെ ആണെങ്കിൽ വലിയ ശബ്ദങ്ങളൊന്നുമില്ല, ആ ഊ ഈ എന്നൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഉള്ള ഒരുപാട് സെന്റൻസുകളോ സംസാരങ്ങളോ ഒന്നുമില്ല. ഉണ്ടോ? ആക്ഷൻസ് അല്ലേ ഉള്ളൂ. മ്യൂസിക്കും ആക്ഷനും ഒക്കെയാണ് കൂടുതൽ. ആണോ? കൊച്ചു ടി വി അല്ല, ഞാൻ ടോം ആൻഡ് ജെറി എന്നാ പറഞ്ഞേ. അപ്പൊ അതുപോലെയുള്ള കാർട്ടൂണുകൾ.
അതുപോലുള്ള കാർട്ടൂണുകൾ കാണുമ്പോൾ ശബ്ദമില്ല, സംഭാഷണമില്ലാത്ത കാർട്ടൂണുകൾ അങ്ങനെ കാണുമ്പോൾ ആ സൗണ്ടുകൾ മാത്രം പുറപ്പെടുവിക്കുന്നു. ആ രീതിയിൽ ആക്ഷൻസും എക്സൈറ്റ്മെന്റ് ഒക്കെ ആ രീതിയിൽ കാണിക്കുന്നു. അങ്ങനെ മാറി. അപ്പോ അവന്റെ വൈജ്ഞാനിക വികാസം പൂർണ്ണ തോതിലായിട്ടില്ല. എന്നാൽ ഭാഷ കിട്ടിക്കഴിഞ്ഞാൽ, കുട്ടിയിലേക്ക് ഭാഷ എത്തുമ്പോൾ, കുട്ടി ഭാഷ പ്രയോഗിക്കുമ്പോൾ പുത്തൻ വാക്കുകൾ അവൻ പഠിക്കുന്നു. ആ വാക്കുകൾ കൃത്യമായി എവിടെ പ്രയോഗിക്കണമെന്ന് പഠിക്കുന്നു. അവന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അവൻ ആ വാക്കുകളും വാക്യങ്ങളും പ്രയോഗിച്ച് അത് ശീലമായി മാറുന്നു. അങ്ങനെ പുത്തൻ അറിവുകൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പുത്തൻ ആശയങ്ങൾ വരുന്നത് നമ്മുടെ ഈ ഭാഷയല്ലേ. നമ്മൾ ഭാഷ ഇങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് നമ്മളിലേക്ക് പുതിയ വാക്കുകളും വാക്യങ്ങളും പുതിയ ആശയങ്ങളും നമ്മളുടെ ചിന്ത ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെ അടച്ച് മിണ്ടാതെ സംസാരിക്കാതെ ഇരുന്നപ്പോ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടമായതും നമുക്ക് വാക്കുകളില്ലാതെ നമ്മളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത്, നമ്മൾ ആ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ നമ്മളിരുന്ന് മൂളുക, മുക്കിയും മൂളയും ഞരങ്ങിയുമാണ് നമ്മൾ എത്തിച്ചിടുന്നത്. എന്തുകൊണ്ടാ? നമ്മൾ ഭാഷ പ്രയോഗിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഭാഷയെ വേണ്ട രീതിയിൽ നമ്മൾ പരിപോഷിപ്പിക്കാത്ത കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ നമ്മൾ കടന്നുപോയി. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്നാൽ നിരന്തരം ഭാഷാ പ്രയോഗങ്ങളും ഭാഷയുടെ ഉപയോഗവും വരുമ്പോൾ പുത്തൻ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ആ ആശയങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നു. പുതിയ അറിവിന്റെ പല മണ്ഡലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, അവ നേടിയെടുക്കുന്നു. അങ്ങനെ വൈജ്ഞാനിക മേഖലയിൽ വികാസം സംഭവിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെയാണോ? ഓക്കെയാണ്. കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവിടെ കുട്ടി പിന്നെ വിശക്കുമ്പോഴും ഒക്കെ ഓടി വന്ന് ആദ്യം കരയുള്ളൂ അല്ലെ. ആദ്യം ചെറിയ കുഞ്ഞുങ്ങള് കരയത്തും ഞരങ്ങത്തും ഒക്കെ ഉള്ളു. അപ്പോഴത്തേക്ക് നമ്മള് കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ആർത്തിയോടുകൂടി പാല് കുടിക്കും. ആ ഒരു രീതി മാത്രം. പിന്നെ ഭക്ഷണം കാണുമ്പോൾ വാ തുറക്കാനായിട്ട് അവൻ ശീലിക്കുന്നു. ആ ഒരു രീതി. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വിശക്കുന്ന അമ്മ എന്ന് പറയും, അല്ലെ ഞം ഞം എന്ന് പറയും, എന്തെങ്കിലും പറയും. ആ സൗണ്ട് കേൾക്കുമ്പോൾ അമ്മമാർക്കറിയാം അവൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം നമ്മൾ പുത്തൻ വാക്ക് കൊടുക്കും. പാപ്പ വേണോ, പാപ്പം വേണോ എന്ന് ചോദിക്കുമ്പോ അവൻ പാപ്പം എന്ന് പറയും അല്ലേ. എന്റെ മോൻ ഫീഡ് ചെയ്യണമെങ്കിൽ ഞാന്നായിരുന്നു പറയുന്നത്. ഞാന്ന് ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് സ്ഥലമാണോ അതൊന്നും നോക്കില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അത് അവന്റെ വാക്കാണ്. അവന് പാല് വേണം എന്ന് അവൻ സൂചിപ്പിക്കുന്നതിന് അവൻ പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ അതുപോലെ ഓരോന്ന് പാപ്പു വേണം, മാമു വേണം ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും ചോറ് വേണോ എന്ന് ചോദിക്കുമ്പോ ആ ചോറ് എന്ന് അങ്ങനെ പറയും. പിന്നെ അത് ചോറ് താന്നോ അല്ലെ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അവന്റെ ബുദ്ധിയില് അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ പുതിയ പുതിയ അറിവുകൾ സൃഷ്ടിച്ചാണ് കണ്ടിന്യൂസ് സെന്റൻസുകൾ സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത്. അനീഷ ടീച്ചറെ കുഞ്ഞുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ടോ? അതെ അതെ അതെ. അത് കുട്ടികളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? കുട്ടിക്ക് സമയം കൊടുക്കുന്നുണ്ടോ? അവരുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്നുണ്ടോ? അതൊക്കെയുണ്ട്. അതെ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഈ ടീനേജുകാരൻ എങ്ങനെയുണ്ട്? ടീനേജുകാരൻ ഈ 2.5 വയസ്സുകാരനോട് സംസാരിക്കുവോ അതോ അവന്റെ ലോകത്താണോ? അതെ അല്ലേ. 2ാം ക്ലാസ്സുകാരൻ എങ്ങനെ? മോള് ആക്റ്റീവാണ്. അപ്പൊ ഒരു വീട്ടില് വ്യത്യസ്തമായ 3 ഫേസുകള് അതിലൂടെ കടന്നു പോകുന്ന ഒരമ്മ. ടീനേജിന്റെ ഡിപ്രഷൻ, അതങ്ങനെ. ടീനേജിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള കാലഘട്ടം, അതങ്ങനെ. ഒരാള് പിമ്പിരി കൊണ്ട് കിടക്കുന്ന 2ാം ക്ലാസ്. പിന്നെ ഒരാൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ തെറിച്ച് വരുവാ. ഓക്കെ, അടിപൊളി, നടക്കട്ടെ.
വീട്ടില് പ്രായമായ ആ വെച്ചിട്ട്. ഓഹോ ഓക്കെ. അപ്പൊ അങ്ങനെ ആ വീട്ടിൽ ഒതുങ്ങിയിട്ടുള്ളതായിരുന്നു അതിന്റെ അടുത്ത് ഞാനിങ്ങനെ പഠിക്കുന്നു. അത് ഫലം കാണട്ടെ. വീട്ടിനകത്ത് ഒതുങ്ങി കൂടാതിരിക്കാനുള്ള ഒരു വഴിയല്ലേ. അപ്പൊ അത് നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവാ. എല്ലാം ശരിയാവും കേട്ടോ. പിന്നെ എല്ലാവരും അവനവന്റെ മേഖലകൾ കണ്ടെത്തണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പരസ്പരം സംസാരിക്കണം. അതൊക്കെയുള്ളൂ മാർഗങ്ങള്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും ഓക്കെ ആണോ? ഹാപ്പി ആണോ? എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഇന്റർവ്യൂവിന്റെ മെസ്സേജ് വന്നില്ല. മഞ്ജു ടീച്ചറിനെ ഡയറക്റ്റ് എടുക്കാനാ അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു റയർ പീസ് ആയതുകൊണ്ടേ. കോഴിക്കോട് പക്ഷെ 2, 3, 4 തീയതികളിൽ തിരുവനന്തപുരത്ത് കാണുമെന്നാണ് പറയുന്നത്. ആണല്ലേ? ടീച്ചർ എഴുതിയിട്ടില്ലേ? ഏതാ? ഞാൻ കോഴിക്കോട് 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 ഫുള്ളും മലപ്പുറത്തുമാണ് ഇന്റർവ്യൂ നടത്താൻ. മലപ്പുറംകാരെവിടെ? എറണാകുളം, കോട്ടയം, കോഴിക്കോട് അങ്ങനെ. അത് കൊള്ളാം. കോഴിക്കോട് 2-3 ജില്ലകളാക്കി വെച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തുണ്ട്, പിന്നെ എറണാകുളം, കാസർഗോഡ് എല്ലായിടവും വെച്ചിരിക്കുന്നു. അടിപൊളി. ടീച്ചർ ഹെൽപ്പ് ചെയ്യാണല്ലേ? ഓക്കെ. ഓ, ഒന്നും ആവാനില്ല. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ. അറിയാം, എല്ലാം അറിയാം. അറിയാമെന്ന് സ്വയം ഒന്ന് വിശ്വസിച്ച് കിട്ടിയ ഭാഗ്യം. പറഞ്ഞെടുക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. ആ മാറ്റം അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഇനി പറ്റുന്നില്ലാന്നേ ചിന്തിക്കരുത്. ഇപ്പൊ പറ്റുന്നുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഞാന് കട്ട് ചെയ്യാണേ. ഓക്കെ.